വെള്ളിത്തിരയിൽ ഈ വെള്ളിയാഴ്ച 12 എന്ന പേരുള്ള സിനിമ എത്തുകയാണ് 140ഓളം തിയേറ്ററുകളിൽ. കഴിഞ്ഞ ദിവസം എറണാകുളം വിനീത തിയേറ്ററിൽ വെച്ച് 12 എന്ന സിനിമയുടെ പ്രീമിയർ ഷോ ജേസൺ മുളരികിലച്ചിനോടൊപ്പം കണ്ടതിന്റെ വെളിച്ചത്തിലാണ് ഈ ആസ്വാദന നിരീക്ഷണം. ഒരുപിടി നല്ല സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ലിയോ തദേവുസ് ഇപ്രാവശ്യം പറയുന്ന കഥ ആരും പറയാത്ത കഥയല്ല, ആരും കേൾക്കാത്ത കഥയല്ല. ലോകത്ത് ഏറ്റവും അധികം പറയപ്പെട്ട കഥ മലയാള സിനിമയിൽ ഇതുവരെ ആരും പറയാത്ത ശൈലിയിൽ വീണ്ടും പറയുന്ന കഥയാണ് 12. ആ സിനിമാ വിശേഷങ്ങളാണ് ഇന്ന് പോസിറ്റീവ് സ്ട്രോക്കിൽ. ഒരു 12ാമന്റെ കഥ മലയാളികൾ കണ്ടു തീരും മുമ്പെയാണ് വീണ്ടും ഒരു 12. മലയാള സിനിമയ്ക്ക് എന്താണ് 12നോട് ഇത്ര പ്രണയം? ലൈഫ് നെറ്റ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ ലിയോ തദേവുസ് തന്നെ പറയും ഈ പേരിന്റെ പിന്നിലെ രഹസ്യം. 12 എന്ന് പറയുന്ന പേര് കഥയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിനിമയുടെ കഥയുടെ വളരെ പിവറ്റലായിട്ടുള്ള സീക്രട്ടായിട്ടുള്ള ഒരു എലമെന്റാണ്. കടലിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ കഥകളെല്ലാം മലയാളത്തിന് പ്രിയപ്പെട്ടതാണ്. കടൽ പോലെ പെട്ടെന്ന് ക്ഷോഭിക്കുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന മീൻപിടുത്തക്കാരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി അവരിൽ ഒരാളായി മാറുന്ന ആ താടിക്കാരനെ നിങ്ങൾ പിന്തുടരുക സിനിമയുടെ ആദ്യ അവസാനം. ചിത്രത്തിന്റെ സംയോജനം, എഡിറ്റിംഗ്, ക്യാമറ, ഫോട്ടോഗ്രാഫി, സൗണ്ട് എഫക്റ്റ് ആൻഡ് ടെക്നോളജി, എവറിത്തിങ് ഈസ് വണ്ടർഫുൾ. അടിപൊളി പടമാണ്. നല്ല മോറൽ വാല്യൂസ്. ഈ കാലഘട്ടത്തിന് ആവശ്യമായ മുഴുവൻ മൂല്യങ്ങളും നിറച്ചു വെച്ച് മനോഹരമായിട്ടുള്ള ഒരു ഫിലിം. ദിസ് വിൽ ബിക്കം ഹിറ്റ്. കപ്പലുകൾ ആടിയുലയുകയും ക്യാപ്റ്റന്മാർ നിസ്സഹായരായി മാറുകയും ചെയ്യുന്ന സമയങ്ങളിൽ കാലം കാതോർത്തിരിക്കുന്നത് അയാളുടെ കാലടികൾക്കാണ്. ബ്യൂട്ടിഫുൾ. ഐ ലവ്ഡ് ഇറ്റ്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. കാരണം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സസ്പെൻസ് എലമെന്റ്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകും. അത് കാണണം. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഫിലിം. കുറച്ച് ടച്ചിങ് ആണ്, നന്നായിരുന്നു. താങ്ക് യു. തിന്മയുടെ ശക്തികൾ കുടികുത്തി വാഴുമ്പോൾ പ്രത്യാശയുടെ അവസാനത്തെ നുറുങ്ങുവെട്ടവും അണഞ്ഞു എന്ന് കരുതുമ്പോൾ ദൈവം വരും ഒരു കനലായി. വളരെ നല്ല പടം തന്നെയാണ്. എല്ലാവർക്കും നല്ല റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫിലിമാണ്. ഒത്തിരി മനോഹരമായിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തൊരു വാചകം, തെറ്റ് ചെയ്യുന്നവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല മനുഷ്യനായി തീരുക. ആദ്യ പകുതിയിൽ കഥ എങ്ങോട്ട് പോകുമെന്ന് ഒരു ആശങ്ക ഉണ്ടാകുമെങ്കിലും ഇടവേളയിൽ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ഫ്രഷായി സീറ്റിൽ അമർന്നിരിക്കുക. രണ്ടാം പകുതിയിൽ കഥ കാര്യമായി മാറും. സൂപ്പർ, എല്ലാവരും കാണും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വർക്ക്, വെരി നൈസ് മൂവി. അടിപൊളി സിനിമയാണ്. ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പിൽ പ്രദർശിക്കപ്പെട്ട ഈ സിനിമ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തിയേറ്ററിലേക്ക് സംവിധായകൻ ലിയോ തദേവുസും അണിയറ പ്രവർത്തകരും കടന്നു വന്നപ്പോൾ പ്രേക്ഷകർ നിറഞ്ഞ കയ്യടിയോടെയാണ് അവരെ സ്വീകരിച്ചത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും നല്ല ഡയലോഗ് അതാണ്. ലിയോ ചേട്ടന്റെ സമയം മാറിയിരിക്കുന്നു. ഈസ് അമേസിംഗ്, സൂപ്പർ മൂവി. മലയാള സിനിമയിൽ നമ്മൾ പ്രതീക്ഷിച്ച് വന്നതിലും കൂടുതലുണ്ട് ഈ പടത്തിൽ. നമ്മൾ എങ്ങനെ തിയേറ്ററിൽ കയറുന്നോ അങ്ങനെ ആയിട്ടല്ല നമ്മൾ പുറത്തിറങ്ങുക. വേറൊരു പെർസ്പെക്റ്റീവോടുകൂടിയാണ് നമ്മൾ എല്ലാവരും പുറത്തിറങ്ങുക. പുറത്തേക്ക് പോകുമ്പോൾ we carry something really good inside. Great, you should watch them. പ്രതീക്ഷകളുടെ അമിതഭാരമില്ലാതെ തിയേറ്ററുകളിലേക്ക് പോവുക. മറക്കില്ല നിങ്ങൾ ആ താടിക്കാരനെ, മറക്കരുത് നിങ്ങൾ ആ താടിക്കാരനെ. ഒരു വലിയ മനുഷ്യന്റെ വലിയ കഥ ഇത്രയും സാങ്കേതിക തികവോടെയും ദൃശ്യഭംഗിയോടെയും മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് ആദ്യം കാണുക ഈ 12ാമനെ. നന്ദി.